എൻ്റെ കഴിഞ്ഞ വീഡിയോ, അതായത് പല്ല് തേക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ ടൂത്ത് ബ്രഷ് വിഴുങ്ങിയ സംഭവങ്ങളെപ്പറ്റി ചെയ്ത വീഡിയോ കണ്ടിട്ട് ടൂത്ത് ബ്രഷ് എങ്ങനെയാണ് പല്ല് തേക്കുമ്പോൾ അബദ്ധത്തിൽ വിഴുങ്ങുക എന്ന് കുറച്ച് പേർ സംശയം ചോദിച്ചു. അതിനുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ഷിബു ഹർഷൻ. എല്ലാവർക്കും മെഡിക്കൽ ടെക്നോളജി അവയർനെസ്സിലേക്ക് സ്വാഗതം. വിഷയത്തിലേക്ക് കടക്കാം. ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് പല്ല് തേക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മിക്കപ്പോഴും അപകടം സംഭവിക്കുന്നത് നിങ്ങൾ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് നാക്കിൻ്റെ ഏറ്റവും ഉള്ളിലുള്ള ഭാഗം വൃത്തിയാക്കാൻ ശ്രമിക്കുമ്പോഴാണ്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്ക് അറിയാൻ കഴിഞ്ഞത്, സൗദി അറേബ്യയിൽ വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് 20 വയസ്സുള്ള ഒരു യുവതി പല്ല് തേക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ ടൂത്ത് ബ്രഷ് വിഴുങ്ങി എന്ന വാർത്തയാണ്. ഇവിടെ കാണിക്കുന്ന ഈ ചിത്രത്തിൽ നിങ്ങൾ ദയവായി ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ ശരീരത്തിൻ്റെ വായുടെ ഭാഗം പകുതിക്ക് വെച്ച് നെടുകെ മുറിച്ച കാഴ്ചയാണ്. ഇത് നമ്മുടെ വായും, ഇത് നമ്മുടെ നാക്കും, ഇവിടെ നാക്കിൻ്റെ ഉൾഭാഗവും, ഇത് അന്നനാളവും, ഇത് ശ്വാസനാളവുമാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വായിൽ നിന്നും നാക്കിൻ്റെ ഉൾഭാഗത്തിന് പുറകുവശത്തെത്തുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഒരു പ്രവർത്തനം അവിടെ ഉത്തേജിക്കപ്പെടുന്നു. അതിനെയാണ് സ്വാളോയിങ് അഥവാ വിഴുങ്ങൽ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ അറിവിലേക്കായി ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. നമ്മുടെ ശരീരത്തിൽ 2 തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അത് വോളണ്ടറി ആൻഡ് ഇൻവോളണ്ടറി ഫങ്ഷൻസ് ആണ്. വോളണ്ടറി എന്ന് വെച്ചാൽ നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള പ്രവർത്തനം. ഉദാഹരണത്തിന്, എനിക്കിപ്പോൾ നിങ്ങളോട് ഇത് പറയണമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഞാൻ പറയുന്നു. ഇതേപോലെയുള്ള പ്രവൃത്തികളെല്ലാം വോളണ്ടറിയാണ്. അതേസമയം ഇൻവോളണ്ടറി എന്ന് വെച്ചാൽ നമ്മൾ അറിയാതെ നമ്മുടെ ശരീരത്തിനുള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ. ഉദാഹരണത്തിന് ഹൃദയത്തിൻ്റെ പ്രവർത്തനം, വൃക്കകളുടെ പ്രവർത്തനം, അങ്ങനെ പല പ്രവർത്തനങ്ങൾ. സ്വാളോയിങ് അഥവാ വിഴുങ്ങൽ എന്ന പ്രക്രിയയിൽ വോളണ്ടറിയും ഇൻവോളണ്ടറിയുമായ പ്രവർത്തനങ്ങൾ ഒരുമിച്ചാണ് നടക്കുന്നത്. നമുക്ക് വായിൽ നാക്കിന് മുകളിലോ കവിളിനുള്ളിലോ ഭക്ഷണമോ വെള്ളമോ എത്ര നേരം വേണമെങ്കിലും വെക്കാം. എന്നാൽ നിങ്ങളുടെ ഉൾനാക്കിൻ്റെ പുറകിൽ അതെത്തിയാൽ നിങ്ങൾ അറിയാതെ തന്നെ വിഴുങ്ങും. ഈ സമയത്ത് നാക്കും മറ്റ് മസിലുകളും ചേർന്ന് വളരെ ശക്തിയായി താഴേക്ക് തള്ളിയാണ് വിഴുങ്ങൽ പ്രക്രിയ നടപ്പാക്കുന്നത്. ഈ സമയത്ത് എപ്പിഗ്ലോട്ടിസ് എന്ന ഈ അവയവം ശ്വാസനാളത്തിനെ അടച്ചു പിടിച്ച് ആഹാര പദാർത്ഥങ്ങൾ അതിലേക്ക് കടക്കാതെ സംരക്ഷിക്കുന്നു. ടൂത്ത് ബ്രഷ് നിങ്ങൾ ഉള്ളിലേക്കിട്ട് നാക്കിൻ്റെ പുറകുവശം വൃത്തിയാക്കാൻ ശ്രമിക്കുമ്പോഴും ഇതേ പ്രവർത്തനമാണ് ഇവിടെ ഉത്തേജിക്കപ്പെടുന്നത്. അങ്ങനെ അന്നനാളത്തിൽ പ്രവേശിക്കുന്ന സാധനം അവിടെ നിരന്തരം നടക്കുന്ന മറ്റൊരു ഇൻവോളണ്ടറി പ്രക്രിയയായ പെരിസ്റ്റാൾസിസ് മൂലം താഴേക്ക് സഞ്ചരിച്ച് ആമാശയത്തിലെത്തുന്നു. വിഴുങ്ങൽ പ്രക്രിയയിൽ എന്തെങ്കിലും താറുമാറുകൾ സംഭവിക്കുമ്പോഴാണ് അന്നനാളത്തിലേക്ക് പോകേണ്ട സാധനം ശ്വാസനാളത്തിലേക്ക് കടന്ന് ചോക്കിംഗ് അഥവാ ശ്വസന സ്തംഭനം ഉണ്ടാകുന്നത്. ഇതൊക്കെ വളരെ വളരെ സങ്കീർണമായ വിഷയങ്ങളാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ചുരുക്കി പറഞ്ഞതാണ്. അതുകൊണ്ട് പല്ല് തേക്കുമ്പോൾ ടൂത്ത് ബ്രഷ് വിഴുങ്ങി അപകടം ഉണ്ടാകാതിരിക്കാൻ ഉൾനാക്കിൻ്റെ പുറകുവശം ബ്രഷ് ഉപയോഗിച്ച് വൃത്തിയാക്കാൻ ശ്രമിക്കാതിരിക്കുക. അതേപോലെ ഉറക്കച്ചടവോടെയോ മദ്യപിച്ചിട്ടോ പല്ല് തേക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സാധാരണ രീതിയിൽ നിങ്ങൾ പല്ല് തേക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാകില്ല. ഉടനെ തന്നെ മറ്റൊരു പുതിയ അറിവിൻ്റെ വീഡിയോയുമായി വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ.